ഞാൻ പിതാവിനെ അറിയുന്നത് പോലെ എനിക്കുള്ളവ എന്നെയും ഞാൻ അവരെയും അറിയുന്നു എന്നുള്ളതാണ് യേശുനാഥൻ പറയുന്നത്. ആടുകളെ കുറിച്ച് പറയുമ്പോൾ യേശുനാഥൻ പറയുന്നത്, ഞാൻ പിതാവിനെ അറിയുന്നത് പോലെ തന്നെ. നമുക്കൊന്ന് ചിന്തിച്ചു നോക്കി, എൻ്റെ കൂടെയുള്ള കൂടപ്പിറപ്പുകളെ അവരുടെ മനസ്സറിയാൻ എനിക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. യേശുവിന് അത് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് അവിടുന്ന് പറയുന്നത്. എൻ്റെ കൂടെയുള്ളവരുടെ മനസ്സ് എനിക്ക് അറിയാം. ഈ ലോകത്തെക്കുറിച്ചുള്ള എല്ലാ അറിവും എനിക്കുണ്ട്, പക്ഷേ എൻ്റെ കൂടെയുള്ള ഭർത്താവിനെ, ഭാര്യ, മക്കളെ, അതുപോലെ മാതാപിതാക്കളെ അറിയാൻ എനിക്ക് പറ്റുന്നുണ്ടോ? അവരൊന്ന് നൊമ്പരപ്പെടുമ്പോൾ, വേദനിക്കപ്പെടുമ്പോൾ, അവരുടെ മനസ്സ് ഒന്ന് അസ്വസ്ഥപ്പെടുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? അതാണ് ഏറ്റവും വലിയൊരു അറിവെന്ന് പറയുന്നത്. എല്ലാം കഴിഞ്ഞ് നമ്മുടെ മക്കളൊക്കെ വഴിതെറ്റി കഴിയുമ്പോഴാണ് മാതാപിതാക്കൾ അറിയാം. മാതാപിതാക്കൾ പറയും, ഞങ്ങൾ നല്ല തിക്ക് ഫ്രണ്ടായിരുന്നു, പക്ഷെ പറഞ്ഞില്ല ഞങ്ങളോട്. ഈ തിക്ക് ഫ്രണ്ടിന് എന്തുകൊണ്ട് മനസ്സറിയാതെ പോയി? ഈ ലോകത്തുള്ള അയൽവക്കക്കാരെ കുറിച്ചൊക്കെ നമ്മൾ അറിയും, അല്ലെങ്കിൽ മറ്റുള്ള വീട്ടിൽ എന്തെങ്കിലുമൊക്കെ നടക്കുന്നെങ്കിൽ പെട്ടെന്ന് നമ്മൾ അറിയും. ഇതൊക്കെ മണം പിടിച്ച് നമ്മൾ അറിയും. എന്നാൽ എൻ്റെ കുടുംബത്തിലുള്ളവരെ കുറിച്ചൊന്നറിയാം. എൻ്റെ കൂടെ ജീവിക്കുന്നവര് ഒന്ന് വേദനിക്കുന്നത് കാണുമ്പോൾ അവരുടെ അസുഖങ്ങൾ മനസ്സിലാക്കാൻ, അവരെന്തുകൊണ്ടാ മുഖമൊന്ന് വാടിയിരിക്കുന്നതെന്ന് ചോദിക്കാൻ, അത് ഒരു വലിയൊരു കഴിവാണ്. അങ്ങനെ എൻ്റെ കൂടെയുള്ളവരറിയാൻ സാധിച്ച, യേശുവിന് സാധിച്ചതേ ഒരു ഗുണമാണ് നമുക്കുള്ളത്. ഞാൻ എനിക്കുള്ളവയെ അറിയുന്നു എന്നുള്ളത്. എനിക്കുള്ള എൻ്റെ കുടുംബത്തിലുള്ളവരെ അറിയുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മക്കളെ, ഭാര്യയെ, ഭർത്താവിനെ, മാതാപിതാക്കളെ ഒന്നറിയാൻ പരിശ്രമിച്ചു നോക്കി. അവരെ ഒന്ന് ഒബ്സർവ് ചെയ്യാൻ, അവരെ ഒന്ന് കേൾക്കാൻ ഒരു മനസ്സുണ്ടാകാൻ സാധിക്കട്ടെ.